ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ആഗസ്റ്റ് 1 വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അന്നൊന്ന് പോസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ പല പല കാരണങ്ങളും നാട്ടിൽ പിന്നെ കുറച്ച് അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ പറ്റിയൊരു മൂഡിലൊന്നുമില്ല, അതാ സത്യം. അപ്പോൾ ഒന്ന് ശ്രീകുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 1. കുട്ടിക്ക് 5 വയസ്സായി. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളുടെ തുടക്കം അല്ലേ, ശുഭകാര്യങ്ങൾ തുടക്കം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്നാണല്ലോ. മിക്ക സമയത്തും കഴിയണമൊക്കെ മിക്കപ്പോഴും പോകും കേട്ടോ. കഴിയാത്ത സന്ദർഭങ്ങളിൽ മാത്രമാണ് അമ്പലത്തേക്കൊന്നും പോവാതിരിക്കൽ. അപ്പോൾ കണ്ടമ്മ അടുത്തുള്ള ദേവീക്ഷേത്രത്തേക്ക് തന്നെയാണ് പോകുന്നത്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ 2 അമ്പലമുണ്ട്. അതിലൊരു അമ്പലമാണ് ഇപ്പോൾ ഇത്. അതിൽ എന്താ പറയുക, വൃശ്ചിക മാസമായ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അമ്പലത്തിൽ തൊഴുത് വന്നിട്ട് വേണം ഇനി ബാക്കി പരിപാടികളൊക്കെ. അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. നമുക്ക് അതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെറുതായിട്ട് ചെറുമട്ടത്തിലൊന്നും ചെയ്യണം. അപ്പം അമ്പലത്തിൽ നമ്മൾ സന്തോഷത്തോടെ വന്ന് സായി ഒന്ന് വീഴൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക്. പക്ഷെ നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് നമുക്ക് ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടോ. കാര്യം പറഞ്ഞെങ്കിൽ ഞങ്ങളിവിടെ എത്തി, കുട്ടികളെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും നമ്പൂതിരി വേഗം പ്രസാദം കൊടുത്തു. അപ്പോഴേക്കും കാര്യസ്ഥൻ വന്നിട്ട് അമ്പലം അടിച്ച് കഴുകാനുള്ള പരിപാടിയൊക്കെ ആക്കി. എന്നാലും എൻ്റെ കുട്ടികൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴേക്കും അമ്പലത്തെ സകല പരിപാടിയും കഴിഞ്ഞ് വിളക്കണച്ചിട്ട് അവർ ഭയങ്കര സങ്കടമായി. വെച്ചാൽ എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ നല്ല പിറന്നാൾ ദിവസമൊക്കെ അമ്പലത്തേക്ക് വരുമ്പോൾ തൊഴുത് പോകണ്ടേ. ഞാൻ എന്താ വെച്ചാൽ ദൈവങ്ങൾക്കൊരു കുറ്റം, ദൈവമെല്ലാം ഒന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ മനുഷ്യന്മാരുടെ ഉള്ളിൽ അത്രയില്ലേ നീച പ്രവൃത്തി നോക്കി നിങ്ങൾ. ഈ മനുഷ്യന്മാരുടെ ഉള്ളിലൊക്കെ അറിയാണല്ലോ ഈ ഭൂമിയിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ദൈവങ്ങളെല്ലാം ഒന്നാണ്, എല്ലാം പല പല മതങ്ങൾക്കും പല ദൈവങ്ങളുടെ ദൈവമെല്ലാം ഒന്നാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ എനിക്കിത് ഭയങ്കര സങ്കടമായിട്ടോ. ഇനി പറ്റുമെങ്കിൽ ഇതിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെ കുട്ടികളെ പിറന്നാളിന് അല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തേക്ക് എത്തുമ്പോൾ അമ്പലം കുട്ടി അടയ്ക്കപ്പെടുകയാണ് വല്ലാത്തൊരു വേദന തന്നെയല്ലേ. അപ്പോൾ ഇനി അങ്ങനെ ചെയ്യരുത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. എന്തായാലും മനസ്സിലാക്കണം കേട്ടോ. എന്താ വെച്ചാൽ മനസ്സിലാക്കണം എന്നല്ല, എൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, എൻ്റെ ഇമോഷണലി വീക്കായി ഞാൻ അപ്പം തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു തൊഴുത് പോരും, എന്തായാലും അമ്പലത്തിലെത്തിയില്ല. ഞാൻ തൊഴുത് പോന്നു. പിന്നെ വീട്ടിലെത്തി എല്ലാവർക്കും മിഠായിയൊക്കെ കൊടുത്തിട്ടോ. പിന്നെ രാവിലെ നൂൽപുട്ടും കടലക്കറിയും അത് കഴിച്ചു. പിന്നെ ഞാൻ വേഗം നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടോ. നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ വറുത്തു. അങ്ങനെ ചെറുതായിട്ടൊരു ആഘോഷം നടത്തി. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, കഴിയുന്ന ആഘോഷങ്ങളൊക്കെ നടത്തുക അതന്നെ. അപ്പം അച്ഛനും അമ്മയും ഉണ്ടാവും, ഞങ്ങളുണ്ടാകുമ്പോൾ തന്നെ കുട്ടികളാഘോഷമൊക്കെ നടത്തുള്ളൂ അല്ലേ. നമ്മളെ ആയുസ്സൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, എപ്പോഴാണ് എന്തൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കഴിയണ പോലെ ആഘോഷിക്കാൻ വിചാരിച്ചിട്ട് അതങ്ങനെ നടത്തിയിട്ടോ. പിന്നെ കേക്കിന് വേണ്ടി കുട്ടികളിങ്ങനെ കരയുന്നുണ്ട്. കേക്ക് പക്ഷെ ഭയങ്കര മഴയാണ്. രാവിലെ അമ്പലത്തിൽ പോയി വന്നപ്പോൾ മഴ കൊണ്ടാണ് വന്നത്. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ ചന്ദനം ഇട്ട കണ്ടില്ലേ, അത് അവിടെ തൊഴുത കുട്ടികൾ അവർക്ക് കിട്ടിയ ചന്ദനം ഇട്ട് കൊടുത്താൽ കേട്ടോ. എനിക്ക് വീണ്ടും പറഞ്ഞ എൻ്റെ കുട്ടീൻ്റെ നല്ലൊരു ദിവസം അല്ലേ, നമ്മളെ ജീവിതത്തിൽ പിറന്നാൾ ദിവസമൊക്കെ നല്ലതല്ലേ. അന്നിപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ഭയങ്കര ദുഃഖകരം തന്നെയാണ് എന്നെ സംബന്ധിച്ചിട്ടും. പിന്നെ ഒരു ചോറിന് കിട്ടി പഴയല്ല കേട്ടോ, കിടക്കണൊരു സിംഗിൾ ബെഡ് ഉണ്ട്. അതിങ്ങനെ സ്റ്റെയറും ഇട്ടിട്ടേ സ്ലൈഡ് പോലെ ഇങ്ങനെ കളിക്കട്ടെ. ഇന്ന് പോര ദിവസമാണ്, കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇത് കണ്ടിട്ട് കാശിക്കുട്ടൻ ഇങ്ങനെ എന്താ പറയുക, അത് കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിലാട്ടോ. അപ്പം അമ്മ ജസ്റ്റ് ഒന്ന് വെറുതെ ഇരുത്തി കൊടുത്തു നോക്കിട്ടോ. പിന്നെ ചെക്കൻ അങ്ങോട്ട് ഹരം കയറി. ഇപ്പം ഇതിനായിട്ട് മെനക്കെട്ട് നിൽക്കുക. അങ്ങനെയാണല്ലേ കുട്ടിയൊക്കെ അതല്ലേ. ഇനിയിപ്പോൾ മൂത്ത കുട്ടികളെ കണ്ടാലും താഴെയുള്ള എല്ലാം പഠിക്കാം. അപ്പോൾ ഓനത് രസം പിടിച്ചിട്ട് പിന്നെ ഓൻ അതിന് വേണ്ടി വാശി പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മേൻ്റെ കയ്യൊക്കെ അവിടെ ഇടിയിക്കാൻ ചിരിക്കണുണ്ടല്ലേ. അങ്ങനെ കഴിഞ്ഞ് പിന്നെ ചിത്തേട്ടനോട് കേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടൊരു കുട്ടികൾ ശ്രീകുട്ടിക്ക് എന്താ പറയുക, കേക്ക് പിറന്നാൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ച് കേക്ക് മുറിക്കുക എന്നുള്ളത് തന്നെയല്ലേ. അപ്പോൾ ചിത്തേട്ടൻ മഴയല്ലേ എൻ്റെ പിസ്സ കൊണ്ടുവന്നിട്ടാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് പിസ്സ എന്നുള്ള സാധനം ശ്രീകുട്ടിയവരൊക്കെ. അപ്പോൾ ഇന്നത്തെ കട്ടിങ് പീസ് തന്നെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പിസ്സ കട്ടിങ് കഴിഞ്ഞ് കേക്ക് പോലെ കൊടുക്കാൻ ഇതാക്കാം കേട്ടോ. അപ്പോൾ സായിനതേ അത്ര തൃപ്തിയായില്ല. ഓളങ്ങനെ കൊടുക്കണക്ക് വേറെ കിട്ടൂലേ എന്നൊരു പേടി. എന്നാലും പിസ്സ നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ. ഞാൻ അതിന് മുന്നൊരു തവണ കൂടി പിസ്സ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ആ ഒലിവ് ഇല്ലേ, അതിൻ്റെ വല്ലാത്തൊരു രുചിയാണ്. പക്ഷെ ഇതിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കാശിക്കുട്ടിന് അതിന് വേണ്ടി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബണ്ണൊക്കെ കൊടുക്കാം. മറ്റേ ഞങ്ങൾ ഇതുവരെ നോൺ വെജ് ഒന്നും കൊടുത്ത് തുടങ്ങിയിട്ടില്ല.
നാളെ നമുക്ക് ചോറൂണ കുറേ പെൻഡിങ് ആയതുകൊണ്ടേ. അപ്പോൾ കണ്ടെന്നത്തെ ആഘോഷം ഇത്ര ഉള്ളേനു. ഒരു പിറന്നാൾ, അമ്പലത്തിൽ പോയി, പിന്നെന്താ എല്ലാവർക്കും മിഠായി കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കി, വല്ല പിസ്സ വാങ്ങി കട്ട് ചെയ്തു. ഇതൊക്കെ തന്നെ ഇന്നത്തെ ആഘോഷം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ വിചാരിക്കുന്നു. താങ്ക് യു.